നമസ്കാരം. ഇന്ന് കർക്കിടകം 24. അങ്ങനെ ശുകൻ ശ്രീരാമദേവന്റെ അടുത്ത് നിന്നും രാവണന്റെ സന്നിധിയിലേക്ക് എത്തുകയാണ്. നീ ഇത്രയും വൈകിട്ട് എന്താണ്, അവിടെ എന്താ സംഭവിച്ചേ, നിന്നെ ആരെങ്കിലും അവിടെ ഉപദ്രവിച്ചു എന്നൊക്കെ ശുകനോട് രാവണൻ ചോദിക്കുന്നുണ്ട്. ശുകൻ പറയുന്നുണ്ട്, സുഗ്രീവനോടും മംഗളിനോടും എൻ്റെ ആഗമന ഉദ്ദേശം ഞാൻ അവരോട് പറഞ്ഞിരുന്നു. ഇത് കേട്ട അവരും എന്നെ ബന്ധിച്ച് കെട്ടിയിടുകയും എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ഞാൻ എന്നെ രക്ഷിക്കാനായിട്ട് ശ്രീരാമദേവനെ വിളിക്കുകയുണ്ടായി. ശ്രീരാമദേവൻ എൻ്റെ കരച്ചിൽ കേട്ട് അവിടെ വരികയും അവരുടെ പക്കൽ നിന്ന് എന്നെ രക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീരാമദേവനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ശ്രീരാമദേവൻ പറഞ്ഞത്, രാവണൻ അധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. സീതാദേവി തിരിച്ചു തന്നില്ല എങ്കിൽ ലങ്കയിൽ വന്ന് യുദ്ധം ചെയ്ത് രാവണനെ വധിക്കുമെന്നാണ് പറഞ്ഞതെന്നൊക്കെ ശുകൻ പറയുന്നുണ്ട്. ശുകൻ രാവണനോട് പറയാണ്, ശ്രീരാമദേവൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അവിടെ നിന്ന് ചെയ്ത തെറ്റിനൊക്കെ സമസ്താപരാധം പറഞ്ഞ് സീതാദേവിയെ തിരിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ ഈ ലങ്കയോടൊപ്പം തന്നെ അങ്ങയുടെ അന്ത്യം ഉണ്ടാവുമെന്നൊക്കെ ശുകൻ രാവണനോട് പറയാണ്. ഇതൊക്കെ കേട്ട് ദേഷ്യമെന്ന് രാവണൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ദൂതനായിട്ടാണ് അയച്ചിരിക്കുന്നത്, അല്ലാതെ നീ എന്നെ വന്ന് ഉപദേശിക്കുന്നു വേണ്ട. ഇനി നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ വാളിൻ്റെ ശക്തി നീ അറിയും, വേഗം നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോളം പറയണം. അപ്പം ഇത് കേട്ട് ശുകൻ പേടിച്ച് ശുകൻ്റെ ഭവനത്തിലേക്ക് പോവാണ്. ശുകൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിരുന്നു. അനേകം അഗ്നിഹോത്രങ്ങളും അഗ്നിഹോമങ്ങളൊക്കെ ചെയ്ത ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു ശുകൻ. അങ്ങനെ ഇരിക്കെ ശുകൻ്റെ ഭവനത്തിൽ അഗസ്ത്യ മഹർഷി വരികയും അഗസ്ത്യ മഹർഷിക്ക് കഴിക്കാൻ ഭക്ഷണമൊക്കെ ശുകൻ ഏർപ്പാടാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അഗസ്ത്യ മഹർഷി പറഞ്ഞിട്ട് ഞാൻ പുഴയിൽ പോയി കുളിച്ചിട്ട് വരാം, അതിനുശേഷം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അഗസ്ത്യ മഹർഷി കുളിക്കാനായിട്ട് പോയി. ആ സമയം വജ്രനംഷ്ടൻ എന്ന പേരുള്ള രാക്ഷസൻ അഗസ്ത്യമുനിയുടെ രൂപം ധരിച്ച് ശുകൻ്റെ അടുത്തേക്ക് വരികയും ശുകനോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണത്തോടൊപ്പം മാംസം വിളമ്പണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ശുകൻ ആദ്യം ആശ്ചര്യം വന്നു. പക്ഷെ എന്നാലും അഗസ്ത്യമുനിയാണല്ലോ പറഞ്ഞതെന്ന് ഓർത്ത് മനസ്സോടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മാംസം പാകം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണ്. ശുകൻ്റെ അടുത്ത് വന്ന രാക്ഷസൻ ഒരു മായാജാലം കാണിച്ച ശേഷം അപ്രത്യക്ഷമായി പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ പാകമായി. ആ സമയത്ത് യഥാർത്ഥത്തിലുള്ള അഗസ്ത്യമുനി കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ശുകൻ അദ്ദേഹത്തിനായിട്ട് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ മനുഷ്യമാംസം അദ്ദേഹം വിളമ്പി. ഇത് കണ്ട് അഗസ്ത്യൻ ദേഷ്യപ്പെടുകയും അഗസ്ത്യൻ ശുകനെ ശപിക്കുകയും ചെയ്തു. താപസശ്രേഷ്ഠനായ എൻ്റെ മുമ്പിൽ മനുഷ്യമാംസം വിളമ്പി നീ അടുത്ത ജന്മത്തിൽ മനുഷ്യരെ തിന്നുന്ന രാക്ഷസനായിട്ട് മാറ്റേന്നൊക്കെ പറഞ്ഞ് ശുകനെ ശപിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ശുകൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മാംസം വിളമ്പിയത് ഭക്ഷണത്തിനോടൊപ്പം, പിന്നെ എന്തിനാണ് അങ്ങനെ ശപിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അഗസ്ത്യൻ പറയുന്നുണ്ട്, ഞാൻ മാംസം വിളമ്പാനെന്ന് പറഞ്ഞിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഗസ്ത്യൻ തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ നടന്ന കാര്യങ്ങളൊക്കെ കാണുകയും ശുകനോട് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ താൻ എന്തായാലും ശപിച്ചു പോയി, അത് ഇനി തിരിച്ചെടുക്കാൻ കഴിയത്തില്ല. ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ശ്രീരാമാവതാരം എടുക്കും. ആ സമയത്ത് സീതാദേവി രാവണൻ കട്ടുകൊണ്ട് പോകും. യുദ്ധമെടുക്കുന്ന സമയത്ത് രാവണൻ ദൂതനായിട്ട് തന്നെ ശ്രീരാമദേവൻ്റെ അടുത്തേക്ക് അയക്കും. ആ സമയം നീ ദൂതനായിട്ട് ശ്രീരാമദേവൻ്റെ അടുത്ത് പോവുക. ശേഷം ശ്രീരാമദേവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാവണൻ്റെ സന്നിധിയിലേക്ക് പോവുക. പിന്നീട് നിനക്ക് മോക്ഷം ഉണ്ടാവുന്നതൊക്കെ ആയിരിക്കുന്ന അഗസ്ത്യമുനി ശുകനോട് പറയുന്നുണ്ട്. ലങ്കയിലാണെങ്കിൽ രാവണൻ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. തൻ്റെ മനോവീര്യമെല്ലാം നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു. ശ്രീരാമദേവനാണെങ്കിൽ യുദ്ധസന്നാഹത്തോട് കൂടിയിട്ട് ലങ്കയിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കൈകസിയുടെ പിതാവ്, അതായത് രാവണൻ്റെ മുത്തച്ഛൻ മാല്യവാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളതാണ്. രാവണൻ ആദരവോടുകൂടി സ്വീകരിച്ച് അദ്ദേഹത്തെ ഇരിപ്പിടത്തിലേക്ക് ഇരുത്തുന്നുണ്ട്. അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മാല്യവാൻ പറയുന്നുണ്ട്, സീതാദേവി നീ അവിടെ നിന്ന് കട്ടുകൊണ്ട് പോകുന്നതിന് ശേഷം ലങ്കയിൽ നടക്കുന്നതെല്ലാം അനർത്ഥങ്ങളാണ്. നീ തിരിച്ച് സീതാദേവിയെ ശ്രീരാമദേവൻ തന്നെ തിരിച്ചുകൊണ്ടേ കൊടുക്കുക. ശ്രീരാമദേവൻ മഹാവിഷ്ണുവാണ്. അദ്ദേഹം നീ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയുകയാണെങ്കിൽ അദ്ദേഹം നിന്നോട് ക്ഷമിക്കും. നീ കാരണം ലങ്കയ്ക്ക് നീ സർവനാശമായിരിക്കും സംഭവിക്കാൻ പോവുക. അതിനു മുമ്പ് നീ ശ്രീരാമദേവൻ്റെ അടുത്ത് നിന്ന് മാപ്പ് അപേക്ഷിച്ച് സീതാദേവി തിരിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് മാല്യവാൻ രാവണനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് രാവണൻ ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവണൻ മാല്യവാനോട് പറയുന്നുണ്ട്, എൻ്റെ അനുജനാണെങ്കിൽ എന്നെയും ഈ രാജ്യത്തെ ഉപേക്ഷിച്ച് യുദ്ധം വന്ന സമയത്ത് എൻ്റെ കൂടെ നിൽക്കാതെ എൻ്റെ ശത്രുവിൻ്റെ അടുത്തിട്ട് പോയി അവിടെയാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. അങ്ങും ഇപ്പോൾ വന്ന് എൻ്റെ ശത്രുവിനെയാണ് പുകഴ്ത്തുന്നത്. എന്നാൽ എന്നോടൊപ്പം ചേർന്ന് എന്നെ സഹായിക്കുകയല്ല, എൻ്റെ ശത്രുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേക്ക് എൻ്റെ ശത്രുവിനോടാണ് ഇത്ര പഥ്യമെങ്കിൽ അങ്ങും വിഭീഷണനെ പോലെ തന്നെ അങ്ങോട്ട് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്നും അന്തഃപുരത്തിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കഥാസാരം. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നമസ്കാരം.